ഏവർക്കും ആസ്ട്രോദീപം ചാനലിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവോണ ആശംസകൾ. ഈ വർഷത്തെ തിരുവോണം വരുന്നത് 2026 ഓഗസ്റ്റ് 26 ബുധനാഴ്ചയാണ്. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പൊന്നോണ കാലം കൂടെ വരവായി. ആ ഒരു ഓണത്തെ എതിരേൽക്കാനായി എല്ലാവരും കാത്തിരിക്കുകയാണെന്നറിയാം. അതോടൊപ്പം തന്നെ തിരുവോണത്തോടു കൂടി നിരവധി ഗ്രഹമാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അതിലൂടെ രാജയോഗ തുല്യമായ ജീവിതം ലഭിക്കുന്ന നാളുകാരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും ആർക്കാണോ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ പേരും നാളും ജനന തീയതി അറിയാമെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടത്തുന്ന പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നിലവിൽ ദേവഗുരുവായ വ്യാഴം ഉച്ചത്തിൽ കർക്കിടകം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. കർമ്മഫലദാതാവായ ശനീശ്വരൻ മീനം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും ശുക്രൻ കന്നി രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ബലവാനായി ചിങ്ങം രാശിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എല്ലാ രാശിയിൽപ്പെട്ട നാളുകാർക്കും പലവിധത്തിലുള്ള മാറ്റങ്ങൾ തിരുവോണത്തോടു കൂടി വന്നു ചേരും. എന്നിരുന്നാൽ ചില രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് രാജകീയ ജീവിതമായിരിക്കും ലഭ്യമാവുക. നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമ്പൽ സമൃദ്ധിയിലേക്ക് കടക്കാൻ തീർച്ചയായും സാധ്യമാകും. ഇപ്രകാരം തിരുവോണം ദിനത്തോടു കൂടി രാജയോഗം ലഭിക്കുന്ന നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് തിരുവോണത്തോടു കൂടി ധാരാളം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. നിലവിൽ സാമ്പത്തിക ബാധ്യതകൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. അപ്രതീക്ഷിതമായി ധനം കൈകളിൽ എത്തിച്ചേരുന്നതിലൂടെ ജീവിതം തന്നെ മാറിമറിയും. തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും. തൊഴിലിൽ പ്രൊമോഷൻ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. PSC എക്സാമൊക്കെ എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഗവൺമെൻറ്റിൽ നിന്നും നിയമനാനുമതി ലഭ്യമാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളെ സംബന്ധിച്ചും മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കേണ്ട പല അവസരങ്ങളും ലഭിക്കുന്നതാണ്. കുറേ നാളുകളായി പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുടെ സബലീകരണം സാധ്യമാകും. വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിൽ തീരുമാനമാകും. നിലവിൽ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ്. പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. ദമ്പതിമാരെ സംബന്ധിച്ച് അകന്നിരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. കുടുംബവുമൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അവരുമൊത്ത് തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കുമൊക്കെ സമയം കണ്ടെത്തുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെടും. നിലവിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അവയൊക്കെ മാറിക്കിട്ടും. എല്ലാ തരത്തിലും സമ്പൽ സമൃദ്ധി നിറഞ്ഞു നിൽക്കുന്നതാണ്. കർക്കിടകക്കൂറ് പുണർദം അവസാന 15 നാഴിക പൂയം ആയില്യം ചേർന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് തിരുവോണ ദിനത്തോടു കൂടി അതിഗംഭീര നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക. ആത്മവിശ്വാസം വളരുന്നതാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരും. പുതിയ പല അവസരങ്ങളും നിങ്ങളെ തേടി വരും. അതിലൂടെ നിങ്ങൾക്ക് മികച്ച കരിയറിലേക്ക് കടക്കാൻ സാധ്യമാകും. നിലവിൽ ബിസിനസ് സംരംഭങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല ഐഡിയാസൊക്കെ ക്രിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിലൂടെ മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. വിദേശ യാത്രകൾക്ക് പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഈ സമയം നടന്നു കിട്ടുന്നതാണ്. പഠന ആവശ്യങ്ങൾക്കോ ജോലി സംബന്ധമായിട്ടോ ഒക്കെ വിദേശത്ത് പോകാൻ സാധ്യമാകും. വീട്, വാഹനം, വസ്തു എന്നിവയൊക്കെ വാങ്ങാനും വിൽക്കാനും ഒക്കെ പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ലാഭകരമായി നടന്നു കിട്ടും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരുന്നതിലൂടെ ജീവിത നിലവാരവും ഉയരും. കുറച്ചുകൂടെ ആഡംബരപൂർണമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകാനും സാധ്യമാകും. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സമാധാനം നിറഞ്ഞു നിൽക്കും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും. പൊതുവെ എല്ലാ തരത്തിലും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതാണ്. തുലാം കൂറ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം ആദ്യ 45 നാഴിക ചേർന്ന തുലാം കൂറുകാരെ സംബന്ധിച്ച് തിരുവോണ ദിനത്തോടുകൂടി ധാരാളം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരും. തൊഴിൽ മേഖലകളിൽ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്നും
കുറച്ചുകൂടെ ബെറ്ററായ മറ്റൊന്നിലേക്ക് മാറാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങൾ ലഭിക്കും. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇൻ്റർവ്യൂ പൊതുപരീക്ഷകളിലൊക്കെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ മേലധികാരികളുടെ അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങുന്ന തരത്തിൽ പ്രവർത്തിച്ചു മുന്നേറാനും സാധിക്കും. സമൂഹത്തിൽ പ്രശസ്തിയും മാന്യതയും വർദ്ധിക്കും. ചലച്ചിത്രം, സാഹിത്യം, രാഷ്ട്രീയം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ പല അവസരങ്ങളോടൊപ്പം തന്നെ മികച്ച സാമ്പത്തിക നേട്ടങ്ങളും അവാർഡുകളും ഏറ്റുവാങ്ങാൻ സാധിക്കുന്നതാണ്. ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം. തൊഴിൽപരമായിട്ടോ അല്ലാതെയൊക്കെ യാത്രകൾ വന്നു ചേരും. അവയൊക്കെ തന്നെ ഗുണകരമായി തീരും. നിലവിൽ കടബാധ്യതകൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് അതിനൊരാശ്വാസം ലഭിക്കും. പണം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരും. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സമാധാനം നിറഞ്ഞു നിൽക്കും. പ്രണയിക്കുന്നവരെ സംബന്ധിച്ചും പല പ്രണയബന്ധങ്ങളും വിവാഹത്തിൽ എത്തിച്ചേരും. നവദമ്പതിമാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യവും ലഭ്യമാകും. ആരോഗ്യം മെച്ചപ്പെടും. പൊതുവെ എല്ലാ തരത്തിലും ഐശ്വര്യം വന്നണയുന്നതാണ്. വൃശ്ചികക്കൂറ്. വിശാഖം അവസാന 15 നാഴിക, അനിഴം, തൃക്കേട്ട ചേർന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് തിരുവോണ ദിനത്തോടുകൂടി മികച്ച അവസരങ്ങളും നേട്ടങ്ങളുമായിരിക്കും നിങ്ങളെ തേടി വരിക. തൊഴിൽ മേഖലകളിൽ മികച്ച പുരോഗതികൾ വന്നു ചേരും. നിലവിൽ ജോലി സംബന്ധമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ച ഒരു തൊഴിലിലേക്ക് കടക്കാൻ വിദേശത്തും സ്വദേശത്തും ഒക്കെ സാധിക്കുന്നതാണ്. ഭാഗ്യപരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ പല വിധത്തിൽ വന്നു ചേരുന്നതാണ്. സാമ്പത്തിക നേട്ടം വന്നു ചേരും. ധനം അപ്രതീക്ഷിതമായി കൈകളിൽ എത്തിച്ചേരുന്നതിലൂടെ ജീവിതം തന്നെ മാറിമറിയും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠനത്തിൽ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. സ്കോളർഷിപ്പോടുകൂടി പഠിച്ചു മുന്നേറാനുള്ള അവസരങ്ങൾ ലഭിക്കും. മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കേണ്ട പല അവസരങ്ങളും വന്നു ചേരും. കുറേ നാളായി നടക്കില്ല എന്ന് കരുതി മാറ്റിവെച്ച പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യം കാണും. വാഹനം, വീട് എന്നിവയൊക്കെ വാങ്ങാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ ലാഭകരമായി വാങ്ങാൻ സാധിക്കും. നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഗൃഹത്തിലാണെങ്കിലും പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങി മോടിപിടിക്കാൻ സാധിക്കുന്നതാണ്. ആത്മീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും. കുടുംബവുമൊത്ത് ദേവാലയ ദർശനം നടത്താനുള്ള അവസരങ്ങളും ലഭ്യമാകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും. ദമ്പതിമാരെ സംബന്ധിച്ചും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുന്നതാണ്. വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിലും തീരുമാനമാകും. ആരോഗ്യം മെച്ചപ്പെടും. പൊതുവെ എല്ലാ തരത്തിലും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. എല്ലാ നാളുകാരും നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ. ക്ഷേത്ര ദർശനം നടത്തി മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദേവതയ്ക്കും നവഗ്രഹങ്ങൾക്കും നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരും. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞൊരു ഓണക്കാലം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സർവേശ്വരൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാ പ്രിയപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നന്ദി, നമസ്കാരം.